സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് ആമസോൺ അഫിലിയേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുതരാം. സോ നമ്മൾ പിൻട്രസ്റ്റിലായിക്കോട്ടെ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആമസോൺ ആയിരിക്കും കൂടുതൽ കൊണ്ട് ചെയ്തിരുന്നത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട് എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. സോ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ബട്ട് അത് ലോങ് വീഡിയോ ആയി പോയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ചെറിയ വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നതായിരിക്കും ആൻഡ് നിങ്ങൾക്ക് സിമ്പിൾ ആയി എല്ലാം മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, സോ ഇവിടുന്ന് ഫുള്ളായി കാണിച്ച് ശ്രമിക്കാൻ നമുക്ക് നേരെ വീഡിയോ പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, അഭിപ്രായം കമന്റ് ആക്കേണ്ട മറക്കണ്ട, ഒട്ടും കമന്റ് ആക്കേണ്ട മറക്കണ്ട. സോ നമുക്ക് നേരെ വീഡിയോ പോകാം. നമ്മുടെ ആമസോൺ അഫിലിയേറ്റ് അക്കൗണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ബ്രൗസറിലേക്ക് പോവുക. അതിനുശേഷം നിങ്ങൾ ആമസോൺ അഫിലിയേറ്റ് എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു ലിങ്ക് കാണാൻ പറ്റും, നമ്മുടെ വെബ്സൈറ്റ് കാണാൻ പറ്റും, അതായത് ആമസോൺ വെബ്സൈറ്റ് കാണാൻ പറ്റും. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക, അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അതിനകത്തേക്ക് സൈൻ അപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആക്കാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ സൈൻ ഓർ ക്രിയേറ്റ് അക്കൗണ്ട് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ കാണാൻ പറ്റും എൻ്റർ മൊബൈൽ നമ്പർ ഓർ ഇമെയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ട് അത് നിങ്ങൾക്ക് ഇവിടെ എൻ്റർ കളർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ എൻ്റർ കളർ ചെയ്ത് കൊടുക്കാം. സോ അതിനുശേഷം നിങ്ങൾ കണ്ടിന്യൂ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. ഓക്കെ, ജസ്റ്റ് അവിടെ എന്താണ് നിങ്ങളുടെ പാസ്വേഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താണ് എൻ്ററും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ OTP നമ്മുടെ മൊബൈൽ നമ്പർ വരാൻ പറയുന്നുണ്ട്. സോ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ആമസോൺ ഷോപ്പിംഗ് അക്കൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സൈൻ അപ്പ് എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് OTP സെക്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടെ എളുപ്പത്തിനായിട്ട് OTP ആണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നമ്പർ നമ്മളിവിടുത്തെ നമ്പറിന്റെ വാട്സപ്പിലേക്കോ മെസ്സേജിലേക്കോ OTP കാര്യങ്ങളൊക്കെ ആമസോൺ സെൻഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പോൾ ഇവിടെ ഒരു കോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റെ കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾ അപ്പോൾ അടുത്തൊരു ഇന്റർവേസിലേക്ക് പോകുന്നതായിരിക്കും. സോ സിമ്പിൾ ആണ്, നമുക്കിവിടെ ക്രിയേറ്റ് ആക്കാനുള്ള ഓപ്ഷൻ നമുക്ക് അടുത്തൊരു ഇന്റർവേസിലേക്ക് വരുന്നതായിരിക്കും. അതായത് നിങ്ങൾ ആമസോൺ അക്കൗണ്ട് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ടല്ലോ. സോ അപ്പോൾ നിങ്ങൾ ആ ഒരു മൊബൈൽ നമ്പറെ കൊടുത്ത് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് വരുന്നതായിരിക്കും. സോ ഇതാണ് നമ്മുടെ ആമസോൺ അഫിലിയേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ആക്കാനുള്ള ഫസ്റ്റ് ഓപ്ഷൻ ആണ്. അപ്പം നിങ്ങൾക്ക് വണ്ടിയിലെ കുറേ സംഭവം കാണാൻ പറ്റുന്നുണ്ട്. സോ അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കാം. അതിനുശേഷം തൊട്ട് താഴെ കാണാൻ പറ്റും പേ നെയിം ഉണ്ട്, അഡ്രസ് 1 2 3, അതുപോലെ സിറ്റി, സ്റ്റേറ്റ്, പോസ്റ്റൽ കോഡ് അതെല്ലാം കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ പേ നെയിം ഉണ്ട്. അവിടെ നിങ്ങൾ നിങ്ങളുടെ നെയിം കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യുക. ഓക്കെ, തെറ്റരുത്, കറക്റ്റ് ആയിട്ട് എൻ്റർ കളർ ചെയ്ത് കൊടുക്കുക. പെൻ നെയിം എൻ്റർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നിങ്ങളുടെ അഡ്രസ് ലൈൻ കാണാൻ പറ്റും. അവിടെ കാണാൻ റെഡ് ഡോട്ട് കാണാൻ പറ്റും. ഓക്കെ, റെഡ് ഡോട്ട് ഉള്ളതൊക്കെ നമുക്ക് നിർബന്ധമായിട്ട് നമ്മൾ എന്താണ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള സംഭവമാണ്. സോ റെഡ് ഡോട്ടിനോട് നിങ്ങൾ എന്താണ് നിർബന്ധമായിട്ട് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ താഴെ ഓട്ടോമാറ്റിക്കലി എന്താണ് നമ്മുടെ സംഭവം വരുന്നതായിരിക്കും. അതിലാണെങ്കിൽ നിങ്ങൾ എൻ്റർ കളർ ചെയ്ത് കൊടുക്കാം. സോ അതിനുശേഷം കൺട്രി സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് തൊട്ട് താഴെ കാണാൻ പറ്റും നമ്മുടെ മൊബൈൽ നമ്പർ കാണാൻ പറ്റും. സോ മൊബൈൽ നമ്പർ തൊട്ട് താഴെ കാണാൻ പറ്റും ദ പേ ലിസ്റ്റഡ് എബവ്, പിന്നെ someone else I need to enter their information. ഓക്കെ, സോ ഇവിടെ കാണാം പേ ലിസ്റ്റഡ് എബവ്. സോ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, സോ അതൊക്കെ കൊടുത്തിട്ടുള്ള നമ്പർ വേണം നിങ്ങളോട് കൊടുക്കാനായിട്ട്. ഓക്കെ, സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേറെ ആരെയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ആരെയും ക്ലിക്ക് ചെയ്തതിനു ശേഷം അവരുടെ കോൺടാക്ട് നമ്പറൊക്കെ നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ തന്നെ കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അതിനുശേഷം തൊട്ട് താഴെ കാണാൻ പറ്റും നമ്മുടെ US ടാക്സ് പർപ്പസും കാര്യങ്ങളൊക്കെയാണ്. അവിടെ നിങ്ങൾ എന്താണ് നോയിങ് കാളെ കൊടുക്കുക, കാരണം നമ്മൾ US നല്ലതല്ലോ. നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക്. ഓക്കെ, സോ നമ്മൾ അടുത്ത ഇന്റർവ്യൂസിലേക്ക് പോകുന്നതായിരിക്കും. ആൻഡ് ഇവിടെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, സോ ഇവിടെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റ് കൊടുക്കാം, വാട്സപ്പ് കൊടുക്കാം, പിൻട്രസ്റ്റ് ആണെങ്കിൽ പിൻട്രസ്റ്റ് കൊടുക്കാം, ഏതെങ്കിലും ഒരു ലിങ്ക് നിങ്ങൾ കൊടുക്കാം. നിങ്ങളിപ്പോൾ ഒന്നും ചെയ്യാത്തതാണെങ്കിൽ നിങ്ങൾക്ക് റാൻഡമായിട്ട് നിങ്ങളുടെ യൂട്യൂബിന്റെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. ഇതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് വെബ്സൈറ്റ്. ഓക്കെ, ജസ്റ്റ് അവിടെ നിങ്ങൾ വെബ്സൈറ്റിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ആഡും കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ ഞാൻ എക്സാമ്പിൾ ആയിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിലാണ് ഞാൻ കൊടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ യൂട്യൂബ് ചാനൽ എൻ്റെ കൊടുത്തിട്ടുണ്ട്. ആഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതാ വരുന്നതായിരിക്കും. ആഡ് ഓപ്ഷൻ ക്ലിക്ക് ഇവിടെ ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തൊട്ടുപുറത്ത് കാണാം എൻ്റെ ഒരു മൊബൈൽ ആപ്പ് URL അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. ഇതിന് നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്. നിങ്ങൾ മെയിനായിട്ട് നമ്മുടെ ഒരു വെബ്സൈറ്റ് കൊടുക്കണം. ഓക്കെ, സോ ഇവിടെ കാണാൻ പറ്റും വാട്ട് ഈസ് യുവർ പ്രിഫേർഡ് അസോസിയേറ്റ് സ്റ്റോർ ID കൊടുക്കുന്നുണ്ട്. പിന്നെ വാട്ട് ആർ യുവർ വെബ്സൈറ്റ് ഓർ മൊബൈൽ ആപ്സ് അബൌട്ട്, പിന്നെ താഴെ എക്സ്ട്രാ ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. സോ ഇവിടെ നമ്മുടെ പേരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു സ്റ്റോർ ഉണ്ടെങ്കിൽ സ്റ്റോർ നെയിം കൊടുക്കാൻ പറ്റും. അങ്ങനെ പലതും കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ എൻ്റെ പേരൊന്ന് കൊടുത്തു നോക്കുകയാണ്. അപ്പോൾ ഇത് കൺഫേം ആണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, പിന്നെ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഞാനിപ്പോൾ കൊടുത്ത ലിങ്ക് എന്തിനും ബന്ധപ്പെട്ടായിട്ടുള്ള ലിങ്ക്, അതായത് ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ ലിങ്ക് കൊടുത്തല്ലോ. സോ അത് എന്ത് യൂട്യൂബ് ചാനലാണെന്ന് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ലിങ്ക് കൊടുത്താൽ നിങ്ങൾ എന്താണ് റാൻഡമായിട്ട് എടുത്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ നിങ്ങൾ റാൻഡമായിട്ട് നിങ്ങൾ എൻ്റർ കളർ ചെയ്ത് കൊടുക്കുക. സോ ഞാൻ റാൻഡമായിട്ട് ഇവിടെ ഒന്ന് എൻ്റർ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ കാണാൻ പറ്റും വാട്ട് ടൈപ്പ് ആർ യുവർ വെബ്സൈറ്റ് ഓർ മൊബൈൽ ആപ്സ്. നമ്മൾ കൊടുത്ത ലിങ്ക് എന്ത് ടൈപ്പാണെന്ന് കൊടുക്കുന്നുണ്ട്. ബ്ലോഗ് ഉണ്ട്, കോണ്ടന്റ് വെബ്സൈറ്റ് ഉണ്ട്, അതൊക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ സോഷ്യൽ മീഡിയ പേജ് ഗ്രൂപ്പ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാൻ പറ്റും. പിന്നെ കാണാൻ പറ്റും ഹൗ ഡിഡ് യു ഹിയർ അബൌട്ട് ദിസ്, അതൊക്കെ നിങ്ങൾക്ക് റാൻഡമിൽ കൊടുക്കാൻ പറ്റുന്ന സംഭവമാണ്. നമ്മൾ ഈ ഒരു ആമസോൺ അഫിലിയേറ്റിനെ കുറിച്ച് എങ്ങനെയാണ് കേട്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ഓൺലൈൻ സെർച്ച് കൊടുക്കാം. എന്നിട്ട് ഇവിടുന്ന് എഗ്രിങ്ങൾ ചെയ്യുന്നതിന് ശേഷം ഫിനിഷ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു ഇന്റർഫേസിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ കാണാൻ പറ്റും നമ്മൾ വെരിഫൈ ചെയ്യാനായിട്ട് ഒരു പസിലും കാര്യങ്ങളൊക്കെയാണ് വരുന്നുള്ളത്. അപ്പോൾ നമ്മളൊരു
ഹ്യൂമൻ ബീങ് ആണെന്ന് അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സ്റ്റാർട്ട് പാസ്വേഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കൺഫേം ആക്കിയിട്ടുണ്ട്. ആൻഡ് നമ്മൾ അടുത്തൊരു ഓപ്ഷനിലേക്ക് പോകുന്നതായിരിക്കും. ഇനി നമുക്ക് ബാങ്ക് അക്കൗണ്ടൊക്കെ ആഡ് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ പാൻ നമ്പർ എല്ലാം സെറ്റ് ആക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് നമ്മുടെ അസോസിയേറ്റ് ഐ ഡി. അതായത് നമ്മളിപ്പോൾ കൊടുത്ത നമ്പർ ഉണ്ടല്ലോ, സോ ആ നമ്പർ നമ്മളെ ഫോണിലുള്ള ആ ഒരു ആമസോൺ അക്കൗണ്ട് എടുത്തതിന് ശേഷം നമുക്ക് എന്താണ് ഈ ഒരു ഐ ഡി കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ അസോസിയേറ്റ് ഐ ഡി കാണാൻ പറ്റുന്നതായിരിക്കും. സോ ഇവിടെ കാണാൻ പറ്റും എൻ്റർ പേയ്മെന്റ് ആൻഡ് ടാക്സ് ഇൻഫോർമേഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കാൻ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നൗ ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ എല്ലാം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാണ്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാ സംഭവം കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഇവിടെ കാണാൻ പറ്റും നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് നമ്മുടെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ആ പാസ്വേഡുകളെ കൃത്യമായി എൻ്റർ ചെയ്തതിനു ശേഷം നമുക്ക് എന്താണ് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഗൈസ് നിങ്ങൾ ലോഗിൻ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതിന്റെ അകത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ഇതാ അടുത്ത ഇന്റർവ്യൂസ് കാണാൻ പറ്റും. നമ്മുടെ ആമസോൺ അസോസിയേറ്റ് അക്കൗണ്ട് പേയ്മെന്റ് മെത്തേഡ് അടുത്ത് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇവിടെ കാണാൻ പറ്റും പേ മീ ബൈ NEFT, അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആയിട്ടാണ് നമ്മൾ എന്താണ് കണക്ട് ആക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു 1000 രൂപ ക്രെഡിറ്റ് ആയാൽ മാത്രമേ നമുക്ക് എന്താണ് പൈസയും കണക്കെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, സോ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. അല്ലെങ്കിൽ ടോപ്പിൽ നിങ്ങളുടെ സ്റ്റോർ ഐ ഡി കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ എന്റെ സ്റ്റോർ ഐ ഡിയും കാണാൻ പറ്റുന്നതായിരിക്കും. ആ നിങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് കാണാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, അതുപോലെ ബാങ്ക് ഹോൾഡർ നെയിം, IFSC കോഡ്, അതെല്ലാം നമ്മൾ എന്താണ് കൃത്യമായിട്ട് ജസ്റ്റ് എന്താണ് എൻട്രി കളർ ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് പേയ്മെന്റ് കൃത്യമായിട്ട് കിട്ടുള്ളൂ. സോ നിങ്ങൾ കൃത്യമായി തന്നെ എല്ലാ സംഭവം തെറ്റാവാതെ നിങ്ങൾ അടിച്ചുകളെ കൊടുക്കുക. ഓക്കെ, നിങ്ങൾ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഇന്റർവ്യൂസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഇന്ത്യ കറണ്ട് ടാക്സ് സ്റ്റാറ്റസ് എന്നതൊക്കെ ഇൻകംപ്ലീറ്റും കാര്യങ്ങളൊക്കെയാണ്. കാരണം വേറൊന്നുമില്ല, ഞാൻ എൻ്റെ ഇതേ ഒരു ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ എൻ്റെ വേറൊരു സംഭവത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ കിടക്കുന്നത്. സോ നിങ്ങൾ ഇതെല്ലാം കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയി കിടക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് എല്ലാ സംഭവം ചെയ്യാൻ പറ്റും. ചേഞ്ച് യുവർ പാസ്വേഡ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തതിന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും, നമ്മുടെ എന്താണ് സ്റ്റോറേജ് ചേഞ്ച് ചെയ്യാൻ പറ്റും, അതുപോലെ നിങ്ങൾക്ക് ട്രാക്കിംഗ് ഐ ഡി അതെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എല്ലാ സംഭവം ഇങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് കാണാൻ 3 ഒരു 3 വര ഉണ്ട്, ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ഹോം കാണാൻ പറ്റും, റിപ്പോർട്ട്സ്, പ്രോഡക്റ്റ് ലിങ്കിങ്, അതെല്ലാം കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ എന്നിട്ട് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയി കിടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആമസോൺ അക്കൗണ്ടിലേക്ക് കയറാൻ ശേഷം നമുക്ക് എന്താണ് ലിങ്ക് ഒക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും. സോ എക്സാമ്പിൾ ആയിട്ട് ഞാനിപ്പോൾ ആമസോണിലേക്ക് കയറുകയാണ്. നിങ്ങൾ നമ്മുടെ ഈ നമ്പർ വെച്ചായിരിക്കണം അത് രജിസ്റ്റർ ചെയ്യാനായിട്ട്. ഓക്കെ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റോർ ഐ ഡി കാണാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് കാണാം ഒരുപാട് നമുക്ക് ആമസോൺ സ്റ്റോർ വന്നിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ഒരു പ്രോഡക്റ്റ് എടുത്തതിന് ശേഷം നമുക്കിതാ ലിങ്ക് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ അഫിലിയേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് തൊട്ട് താഴെപ്പുറത്ത് കാണാം ഷെയർ ലിങ്ക്, ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ അസോസിയേറ്റ് ഐ ഡി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇത് കാണിക്കും. ഓക്കെ, നിങ്ങൾക്ക് അസോസിയേറ്റ് ഐ ഡി എന്ന് പറഞ്ഞ് ഇത് കാണിക്കും. അതാണ് നിങ്ങളുടെ അസോസിയേറ്റ്, അതാണ് നിങ്ങളുടെ അഫിലിയേറ്റ് അക്കൗണ്ടിന്റെ സംഭവം കാര്യങ്ങളൊക്കെ. ഓക്കെ, അതായത് നിങ്ങളുടെ അഫിലിയേറ്റ് അക്കൗണ്ടിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെയാണ് ആ അസോസിയേറ്റ് ലിങ്ക് എന്നാണ് നടക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ അപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് നിങ്ങളുടെ അസോസിയേറ്റ് ലിങ്ക് കാര്യങ്ങളൊക്കെ. അതായത് നിങ്ങൾ ഷെയർ ഓപ്ഷൻ ഒരു പ്രോഡക്റ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ ഷെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ അസോസിയേറ്റ് ലിങ്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ എൻ്റെ ഇപ്പോൾ ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട് മാത്രമാണ് അത് കിട്ടാത്തത്. നിങ്ങളത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്താണ് കയറുന്നതായിരിക്കും. സോ അത് നിങ്ങൾ വേറെ ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ടാണ് എനിക്ക് ആ ലിങ്ക് കിട്ടാത്തത്. സോ നിങ്ങൾക്ക് എന്താണത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ലിങ്ക് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് എല്ലാ സംഭവവും കിട്ടുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് എത്ര ഇൻകം ആയി അതെല്ലാം നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ ആമസോൺ അഫിലിയേറ്റ് കയറി നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സംഭവം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. നമുക്ക് എത്ര ഏണിങ്സ് ഉണ്ടായിട്ടുണ്ട്, അതുപോലെ നമ്മുടെ ലിങ്കിൽ എത്ര പേര് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ടാക്സ് ഇൻഫോർമേഷന്റെ കാര്യം കൊണ്ടാണ് എനിക്ക് എന്താണ് ഇത് കംപ്ലീറ്റ് ആവാത്തത്. സോ നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ പ്രോപ്പറായിട്ട് എല്ലാ കാര്യം ചെയ്യാം. നിങ്ങൾക്ക് സ്റ്റോർ ഐ ഡി കാണാൻ പറ്റുന്നതായിരിക്കും. ഇതേ സ്റ്റോർ ഐ ഡി ആയിരിക്കും നിങ്ങളുടെ ആമസോണിൽ ആ ഒരു ഷെയർ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ അസോസിയേറ്റ് ഐ ഡിയിൽ വരുന്നത്. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു നെയിം ആയിരിക്കും കൊടുത്ത നെയിം ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ ആയിരിക്കും നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ ചേഞ്ച് യുവർ കോൺടാക്ട് ഇൻഫോർമേഷൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ പേയ്മെന്റ് മെത്തേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അതെല്ലാം നിങ്ങൾക്ക് സെറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. എൻ്റെതൊക്കെ ഇൻകംപ്ലീറ്റ് ആയത് ഞാൻ ഇതേ ബാങ്ക് അക്കൗണ്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ഇതേ നമ്മുടെ പ്രൊഫൈൽ വെച്ചിട്ട് എനിക്ക് വേറൊരു ആമസോൺ അഫിലിയേറ്റ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ജനറേറ്റ് ആക്കിയിട്ടുള്ളത്. ആ നിങ്ങൾ ഇതേ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എത്ര ഏണിങ്സ് ഉണ്ടായിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. മിനിമം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 1000 രൂപ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വിഡ്രോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. സിമ്പിൾ പ്രോസസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ആമസോൺ അക്കൗണ്ടുകളൊക്കെ എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ മാത്രം മതി. ഓക്കെ, പിന്നെ ഒരു 1000 റുപ്പീസ് ആകുമ്പോൾ മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, സോ അതാണ് നമ്മുടെ ഇന്ത്യൻ ബാങ്കിന്റെ ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പൊ എന്റേത്
ഇൻകംപ്ലീറ്റ് എന്ന് കാണിക്കുന്നത് ഞാൻ ഫുൾ കംപ്ലീറ്റ് ആക്കിയില്ല. കാരണം ഞാൻ ഇതേ സംഭവം നമ്മൾ മുമ്പ് ക്രിയേറ്റ് ആക്കാൻ എടുത്ത മൊബൈൽ നമ്പറാണ് എപ്പോഴും കൊടുത്തിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് ഇപ്പൊ എനിക്ക് ഇൻകംപ്ലീറ്റ് എന്ന് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഈ വീഡിയോ വെരിഫൈ ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ വീഡിയോ മാത്രം നിങ്ങൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ സിമ്പിൾ ആണ്. കംപ്ലീറ്റ് ആക്കാത്ത ഫ്രണ്ട്സ് കംപ്ലീറ്റ് ആക്കുക, നിങ്ങൾക്ക് ഏണിങ്സ് എല്ലാം ക്രിയേറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ കംപ്ലീറ്റ് ആക്കി നോക്കാം. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫാമിലി ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ആൻഡ് ഇതിൽ മികച്ച അടുത്ത വീഡിയോക്ക് വീണ്ടും കാണാം. സീ ഗൈസ്.